പൈലറ്റ് അപ്രത്യക്ഷമായത് എന്താന്ന് വെച്ചാൽ പുള്ളി അപ്പോഴേക്കും മരിച്ചിരുന്നു. പക്ഷേ ആത്മാവ് ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് മെർലിനുമായിട്ട് നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രേത പൈലറ്റിന് പറ്റുന്നില്ല. അങ്ങനെ മെർലിൻ മനസ്സിലാക്കുകയാണ് പൈലറ്റ് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അവളെ തേടി വന്നതെന്ന്. ഉടനെ മെർലിൻ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഏത് ഫ്ലൈറ്റ് ആണെന്നും അത് എവിടെയാണ് ക്രാഷ് ആയതും എന്നൊക്കെ അവൾ തിരയുകയാണ്. എന്നിട്ട് അവളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് റീസെന്റ് ആയിട്ട് നടന്ന പ്ലെയിൻ ക്രാഷിന്റെ ഇൻഫർമേഷൻസ് എടുത്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പൊ അവള് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് ബിൽഡിംഗിലെ പിന്നെയും ആ പ്രേത പൈലറ്റ് നിൽക്കുന്നത് കാണുന്നു. ഉടനെ മെർലിൻ പൈലറ്റിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഫ്ലൈറ്റ് എവിടെയാണ് ക്രാഷ് ആയതെന്ന് ചോദിക്കുന്നു. അപ്പൊ പൈലറ്റ് പറഞ്ഞു പ്ലെയിൻ ഇതുവരെ ക്രാഷ് ആയിട്ടില്ല, ഇപ്പോഴും ഫ്ലൈയിങ്ങിലാണെന്ന്. ഇത് കേട്ട് മെർലിൻ ഷോക്ക് ആകുന്നു. എന്നാൽ ഏത് ഫ്ലൈറ്റ് ആണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ പൈലറ്റ് അപ്രത്യക്ഷമാകുന്നു. അപ്പൊ ആ ക്രാഷ് തടയാൻ വേണ്ടിയിട്ടാണ് പൈലറ്റ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മെർലിൻ ഓടിച്ചെന്ന് ഒരു എയർലൈനിലേക്ക് ഫോൺ ചെയ്യാണ്. എന്നിട്ട് അവരുടെ ഫ്ലൈറ്റ് ഏതെങ്കിലും മിസ്സായോ എന്നും എങ്കിൽ അത് ഏതാണെന്നും അവരോട് ചോദിക്കുന്നു. പക്ഷെ അവൾക്ക് വട്ടാണെന്ന് പറഞ്ഞ് എയർലൈൻസ് കോള് കട്ട് ചെയ്യുന്നു. ആ സമയത്ത് അവളുടെ ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. ബാക്കി കാണാൻ സബ് അടിച്ച് കമന്റ് ചെയ്യൂ.